ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഹിപ്നോട്ടിക് സെഡേറ്റീവ് ആണ് കേട്ടോ. ഹിപ്നോട്ടിക്കും സെഡേറ്റീവും ഡോസ് ഡിപ്പെൻഡന്റ് ആണ്. അതായത് സെഡേറ്റീവ് ഡോസ് കൂട്ടി ഹിപ്നോട്ടിക് ആവും, ഡോസ് കുറഞ്ഞ സെഡേറ്റീവ് ആക്കാൻ പറ്റും. അപ്പം എല്ലാം ഡോസ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ബേസിക്കലി ഉറക്കം കൊടുക്കുക അല്ലെങ്കിൽ ഹിപ്നോസ് കൊടുക്കുക, ആ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബെൻസോഡൈസപ്പീൻസും ഉണ്ട്, നോൺ ബെൻസോഡൈസപ്പീൻസും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പോലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ സെഡേറ്റീവ് എന്താണ്? കാമിങ് എഫക്റ്റ് കൊടുക്കുക. നമ്മൾ ആവശ്യമായ ഉറക്കമൊക്കെ വലിയ പ്രശ്നമില്ലാതെ നമുക്കൊരു സെഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് വിത്തൗട്ട് നെസസറിലി കോസിങ് സ്ലീപ്പ്. നമ്മുടെ ഉറക്കത്തിനൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ അധികം ഉറക്കമൊന്നും ഇല്ലാതെ നമുക്കൊരു കാമിങ് എഫക്റ്റ് വരിക. ആൻഡ് റെഡ്യൂസ്ഡ് റെസ്പോൺസിനെസ്. നമ്മൾ ഈ ഡ്രഗ് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ റിലാക്സ് സ്റ്റേറ്റിലായിരിക്കും. അലേർട്ട്നെസ് കുറയ്ക്കും. ദാറ്റ് മീൻസ് ഉറക്കമല്ല, പക്ഷെ നമ്മൾ കാമായിരിക്കും. ആൻഡ് ഡ്രൗസിനെസ് ഉണ്ടാവും. എപ്പോഴും ഒരു ക്ഷീണമില്ലേ, ആ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരിക്കും. സോ ഹിപ്നോട്ടിക് എന്താണ്? അവിടെ സ്ലീപ്പ് ഇൻഡക്ഷൻ ആണ്. നമ്മൾ ഉറക്കം തന്നെ ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത്. ഉറക്കത്തിൽ തന്നെയാണ് ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കുക. സോ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദീസ് ഡ്രഗ് നോട്ട് ഓൺലി ഹെൽപ്പ് ഇൻഷുറിങ് സ്ലീപ്പ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനും. ഒരു രാത്രിയൊക്കെ നമ്മൾ ഹിപ്നോട്ടിക് കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ സുഖമായിട്ട്, അതായത് സെഡേറ്റീവിൻ്റെ അളവ് കൂടുന്നതാണല്ലോ ഹിപ്നോട്ടിക്. അപ്പോൾ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഹിപ്നോട്ടിക് ആയിട്ട് കിടക്കും. എങ്ങനെയാണോ ഒരാൾ ഉറങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഹിപ്നോട്ടിക് കഴിച്ചാലും ഉറങ്ങുന്നു എന്നുള്ളതാണ്. സോ ഡ്രഗ് ലിസ്റ്റ് ഉണ്ട്. ഞാൻ 2 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും പഠിക്കാം. ബാർബിറ്ററേറ്റ്സും ബെൻസോഡൈസപ്പീൻസും ഉണ്ട്, ന്യൂവർ ആയിട്ടുള്ള നോൺ ബെൻസോഡൈസപ്പീൻസും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസിഫിക്കേഷനാണ് താല്പര്യം, അത് ഇഷ്ടമുള്ളത് പഠിക്കുക. ലോങ് ആക്ടിങ്, മീഡിയം ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്. മിക്കവാറും ഇത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം നിങ്ങൾക്ക് ആ പേജ് ഫുൾ നിറച്ച് എഴുതാനും പറ്റും, ഓർമ്മയും കിട്ടും. പിന്നെ മെക്കാനിസം ആക്ഷൻ എളുപ്പമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോലും നമുക്ക് എളുപ്പമാണെന്നുള്ളതാണ്. സോ ഡയസപ്പം ആണ് ആദ്യം പറയുന്നത്. സോ ഡയസപ്പം പണ്ട് മുതലേ കണ്ടുപിടിച്ചൊരു ബെൻസോഡൈസപ്പീൻ ആണ്. ആദ്യമായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് 1963 സോ വൈഡ്ലി ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ മൾട്ടി യൂസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ആങ്സോലൈറ്റിക് ആണ്, ഹിപ്നോട്ടിക് ആണ്, മസിൽ റിലാക്സന്റ് ആണ്, പ്രീ മെഡിക്കേഷൻ ആണ്, ആന്റി കൺവൽസൻ ആണ്. കണ്ടോ? അപ്പോൾ ഡയസപ്പാമിന് ഒരുപാട് ഉപയോഗമുണ്ട് എന്നുള്ളതാണ്. ഒരു ഉപയോഗത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. ആൻഡ് മോഡേൺ യൂസ് പറയുവാണെങ്കിൽ നമ്മൾ ഡയസപ്പാം ഒക്കെ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഫോർ ഡിപ്പെൻഡ് ആൻഡ് അബ്യൂസും നമ്മൾ ഡയസപ്പം മര്യാദ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ മരുന്നിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഉണ്ടാകാം. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞു ഡയസപ്പാമിൻ്റെ കേസിൽ? അപ്പം ബ്രോഡ് സ്പെക്ട്രം ആണ്, മോഡേൺ യൂസ്, ഒരു മോഡറേറ്റ് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞു. ഓൾഡർ ഒരു ബെൻസോഡൈസപ്പീൻ ആണ് എന്നുള്ളതാണ്. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുവാണെങ്കിൽ ആക്റ്റീവ് മെറ്റബോളൈറ്റ്. ഡയസപ്പാം ജനറേറ്റ് ആക്റ്റീവ് മെറ്റബോളൈറ്റ് സച്ച് ആസ് ഡെസ് മീഥൈൽ ഡൈസപ്പാം ആൻഡ് ഓക്സിസപ്പാം. അപ്പൊ ഡൈസപ്പാം എന്ന് പറയുന്നത് ഡെസ് മീഥൈൽ ഡൈസപ്പാം പ്ലസ് ഓക്സിസപ്പാം ആണ്. അതിന്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് കാരണമാണ് ഈ പ്രൊലോങ്ഡ് എഫക്റ്റ് കിട്ടുക. എന്നിട്ട് പ്രൊലോങ്ഡ് എഫക്റ്റ് കിട്ടുക അതിന് റാപ്പിഡ് അബ്സോർപ്ഷൻ. നമ്മൾ ഓവർലി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുകയും നമുക്ക് എന്ത് ചെയ്യും, 1 സെറ്റ് ഓഫ് ആക്ഷൻ കിട്ടുന്ന ഉറങ്ങാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അക്യൂമുലേഷൻ എഫക്റ്റ് ആണ്. ഡൈസപ്പാം ബോഡിയിൽ റെഗുലർ യൂസ് ചെയ്യുകയാണെങ്കിൽ അക്യൂമുലേറ്റ് ചെയ്യും. ആൻഡ് പ്രൊലോങ് ആങ്സിയോലൈറ്റിക് എഫക്റ്റ് നമുക്ക് തരാറുണ്ട്. ആൻഡ് ഗാബ റിസപ്റ്റർ മോഡുലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഡയസപ്പാം എന്തെന്ന് വെച്ചാൽ ഗാബാന്റെ എഫക്റ്റിനെ എൻഹാൻസ് ചെയ്യും, കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് ദ പ്രൈമറി ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിനിലുള്ള ഗാബേന്റെ ഡയസപ്പാം പോയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ നമുക്കൊരു കാമിങ് സെഡേറ്റീവ് എഫക്റ്റ് തരികയാണ് ചെയ്യുക. അത് നമുക്കൊരു ഉറക്കമൊക്കെ തന്ന് നമ്മളൊരു കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഡൈസപ്പാമിന്റെ കേസ് പറഞ്ഞു, ഡെസ്മീഥൈൽ ഡൈസപ്പാം ആൻഡ് ഓക്സിസപ്പാം പറഞ്ഞു, റാപ്പിഡ്ലി അബ്സോർബ് ചെയ്യുന്നു, അക്യൂമുലേഷൻ എഫക്റ്റ്, ആന്റി ഓക്സിഡേറ്റീവ് എഫക്റ്റ് തരുന്നു, ആൻഡ് ഗാബ റിസപ്റ്റർ മോഡുലേഷൻ ഞാൻ പറഞ്ഞു. ഇനി ഡോസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹിപ്നോട്ടിക് എങ്കിൽ 5 to 10 mg, സെഡേറ്റീവ് ആണെങ്കിൽ 5 to 10 mg തന്നെയാണ്. ഒന്ന് ഓറലും ഒന്ന് IV ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഡോസ് പറ്റുന്നതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, നല്ലതായിരിക്കും പഠിക്കുന്നത്. ആൻഡ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഒന്ന് ആങ്സൈറ്റി ഡിസോർഡർ. ഡൈസപ്പം നമ്മൾ കോമൺലി കൊടുക്കുന്ന ആങ്സൈറ്റി ഡിസോർഡറിനാണല്ലോ, ഇത്രയും നേരം പറഞ്ഞല്ലോ. ആൻഡ് ക്രോണിക് ഇൻസോംനിയ, ഉറങ്ങാത്ത ടീമുകളില്ലേ അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് മസിൽ സ്പാസം, ഈ മസിലൊക്കെ സ്പാസം വന്നിട്ട് ഉള്ള കണ്ടീഷനൊക്കെ ഇല്ലേ അവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ സീഷർ കൺട്രോൾ, സീഷേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരില്ലേ അത് കൺട്രോൾ ചെയ്യാൻ ഡൈസപ്പം കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞത്? ആങ്സൈറ്റി ഡിസോർഡർ,
ക്രോണിക് ഇൻസോംനിയ, മസിൽ സ്പാസം ആൻഡ് ഷീസർ കൺട്രോൾ ആണ്. ഇത്രയുമാണ് ഉള്ളത്. ആൻഡ് പറയാൻ പോകുന്ന അഡ്വാൻറ്റേജ് ഓഫ് ഡയസെപ്പം ആണ്. ഡയസെപ്പം കൊടുത്താൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? അപ്പോൾ റെഡ്യൂസ് റീബൗണ്ട് ഇൻസോംനിയ. ഇപ്പോൾ ഡയസെപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ലോങ് ടേമിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു, ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു എന്നും പറഞ്ഞ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചൊന്നും വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ആൻഡ് മൈൽഡ് വിഡ്രോവൽ, ഇത് നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ വിഡ്രോവൽ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് വിഡ്രോവൽ സിംറ്റം, ഈ കള്ളുകൂടിക്കുന്ന ആൾക്കാർക്ക് കള്ളുകൂടി നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? വിഡ്രോവൽ സിംറ്റം കാണിക്കില്ലേ? അതുപോലെയൊന്നും വലിയ പ്രശ്നങ്ങൾ കാണിക്കാറില്ല. അതുകൊണ്ടൊരു വേഴ്സറ്റൽ ഡ്രഗാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമൽ പ്രോപ്പർട്ടി തരുന്ന ഒരു ഡ്രഗാണ് എന്ത് ഡയസെപ്പം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് എന്നുള്ളതാണ്. കോൺട്രാ ഇൻഡിക്കേഷനും പ്രിക്വേഷനും ഉണ്ട്. ഡയസെപ്പം ചില പേഷ്യൻറ്റിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ, കണ്ണിനകത്ത് പ്രഷർ കൂട്ടിയിട്ട് അവർക്ക് എന്ത് സംഭവിക്കാറുണ്ട്? ഗ്ലൂക്കോമ ഉണ്ടാകാറുണ്ട്. ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകാറുണ്ട്. ഡയസെപ്പം അല്ലെങ്കിൽ ബെൻസോഡയസെപ്പിൻ കോമൺലി പറയുകയാണെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാറുണ്ട്. ആൻഡ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ഡയസെപ്പം ചില സമയങ്ങളിൽ റെസ്പിറേറ്ററി ഫംഗ്ഷൻസിനൊക്കെ കുറയ്ക്കാറുണ്ട്. അപ്പോൾ ശ്വാസമുട്ടലൊക്കെ ചില സമയങ്ങളിൽ കാണാറുണ്ട്. പിന്നെ അബ്യൂസ് അറിയാലോ, ലോങ് ടേം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ അബ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂക്കോമ പറഞ്ഞു, ഇൻട്രാഓക്കുലർ പ്രഷർ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി പറഞ്ഞു, റെസ്പിറേറ്ററി ഡിസോർഡർ പറഞ്ഞു, ആൻഡ് അബ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് വൺ ഈസ് നോൺ ബെൻസോഡയസെപ്പിൻസ് ആണ്. സോ ഇത് നമ്മൾ ഇസഡ് ഡ്രഗ് എന്നാ പറയാം. നോൺ ബെൻസോഡയസെപ്പിൻ, ഹിപ്നോട്ടിക്സ് എല്ലാത്തിനും നമ്മൾ ഇസഡ് ഡ്രഗ് എന്നാ പറയാം. ബിക്കോസ് നമ്മൾ എന്തുകൊണ്ടാ ഇത് ഇസഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക? സോൾപിഡിം, സെൽപ്ലോൺ, സോപ്പിക്ലോൺ എല്ലാം സെഡ് ഡ്രഗ്. അപ്പോൾ അതുകൊണ്ട് സെഡ് ഡ്രഗ് എന്നാണ് നമ്മൾ പറയുക. സോ അതിൻ്റെതായ കെമിക്കൽ സ്ട്രക്ചർ ഉണ്ട്. സോ ബെൻസോഡയസെപ്പിൻസിന്റെ തന്നെ ഒരു കെമിക്കൽ സ്ട്രക്ചറാണ് ഈ നോൺ ബെൻസോഡയസെപ്പിൻസിനും ഉള്ളത്. സോ ഇൻസോംനിയ, ഉറക്കമില്ലായ്മയെ കൊടുക്കാറുണ്ട്, ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ സെലക്റ്റീവ് ആക്ഷൻ ആണ്. നമുക്ക് ബേസിക്കലി നമുക്കറിയാം ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസോംനിയ കുറയ്ക്കുക എന്നുള്ളതാണ് നോൺ ബെൻസോഡയസെപ്പിൻസിന്റെ മേജർ ആക്ഷൻ എന്ന് നമുക്ക് എടുത്തായിട്ട് പറയാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വൺ പറയാൻ പോകുന്ന മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് നോൺ ബെൻസോഡയസെപ്പിൻസ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഗാബ എൻഹാൻസ്മെന്റ്. ഈ നോൺ ബെൻസോഡയസെപ്പിൻസുകൾ വർക്ക് ചെയ്യുന്ന ഗാബ അമിനോ ബ്യൂട്ടാറിക് ആസിഡ്, ഗാബേന്റെ ആക്ഷനെ കൂട്ടിക്കൊണ്ടാണ്. മറന്നു പോകുന്നത് കൂട്ടിക്കൊണ്ട്. അപ്പം ഗാബ എൻഹാൻസ്മെന്റ്, ഗാബേന്റെ അളവ് കൂട്ടിക്കൊണ്ട്. സോ പ്രൈമറി ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ നമ്മുടെ CNSലുള്ള ഒരു പ്രൈമറി ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ. അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിസപ്റ്റർ ബൈൻഡിങ് ആണ്. സോ ഗാബയിൽ പോയിട്ട് റിസപ്റ്റർ ബൈൻഡ് ചെയ്യാറുണ്ട്. സ്പെസിഫിക് ആണ്. ഡ്രഗ് പോയിട്ട് ഗാബ എ റിസപ്റ്റർ കോംപ്ലക്സിനെ പോയിട്ട് ബൈൻഡായി ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ഉണ്ട്. ആൻഡ് ന്യൂറൽ ഇൻഹിബിഷൻ ആണ്. സോ എൻഹാൻസ് ഗാബ ആക്ടിവിറ്റി ലീഡിങ് ടു ഇൻക്രീസ് ന്യൂറൽ ഇൻഹിബിഷൻ. സോ ഗാബ ആക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് ന്യൂറൽ ഇൻഹിബിഷൻ കൂട്ടാറുണ്ട്. ആൻഡ് അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് ഉറക്കമൊക്കെ തരുവാണ് ചെയ്യുക. ആൻഡ് റാപ്പിഡ് വൺ സെറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ഡ്രഗാണ്. പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ അത് റെസിഡ്യൂൽ എഫക്റ്റ്, അതിൻ്റെ ഒരു ഡ്രൗസിനെസ്സോ വീക്ക്നെസ്സോ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഒരു CNS ഡിപ്രഷൻ ഡ്രഗൊക്കെ പഠിച്ച സമയത്ത് പിറ്റേ ദിവസം നമുക്ക് ഡ്രൗസിനെസ്സും ഉറക്കമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ബെൻസോഡയസെപ്പിൻസ്, നോൺ ബെൻസോഡയസെപ്പിൻസിന് ഇല്ല. അപ്പോൾ ഗാബ എൻഹാൻസ്മെന്റ്, ഗാബ കൂട്ടുന്നു, റിസപ്റ്റർ ബൈൻഡിങ്, ഗാബ എ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, ന്യൂറോണൽ ഇൻഹിബിറ്റർ ഗാബ ആക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്ത് എന്ത് ഇൻക്രീസ്ഡ് ന്യൂറോണൽ ഇൻഹിബിഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് റാപ്പിഡ് വൺ സെറ്റ് ഓഫ് ആക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. എളുപ്പമല്ലേ? അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ സ്ലീപ്പ് ആർക്കിടെക്ചർ പ്രിസർവേഷൻ. സോ ബേസിക്കലി നമുക്ക് നോർമൽ സ്ലീപ്പ് തരാൻ പറ്റും കേട്ടോ. കമ്പാരിറ്റീവ്ലി ബെൻസോഡയസെപ്പിൻസ് ഒക്കെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ടു കോസ് ലെസ് ഡിസ്ട്രപ്ഷൻ ടു നോർമൽ സ്ലീപ്പ് ആർക്കിടെക്ചർ കമ്പയർഡ് ടു ബെൻസോഡയസെപ്പിൻ. ബെൻസോഡയസെപ്പിൻ പോലെയല്ല, നമുക്ക് സ്ലീപ്പൊക്കെ നന്നായിട്ട് ഇരിക്കും. ആൻഡ് ഡേ ടൈം ഡ്രൗസിനെസ്, നമുക്ക് പകലുള്ള ഒരു ക്ഷീണം, ഉറക്കം ഒക്കെ നമുക്ക് ഉണ്ടാവില്ല. ആൻഡ് ലോ ഡിപ്പെൻഡൻസ് റിസ്ക്. മറ്റേ ബെൻസോഡയസെപ്പിൻസ് പോലെ അത്ര ഒരു റിസ്ക്, ഡിപ്പെൻഡൻസി ഒന്നും നമുക്ക് ഈ ഡ്രഗുകളിൽ വരില്ല എന്നുള്ളതാണ്. ലോ ഡിപ്പെൻഡൻസ് റിസ്ക് ആണ്. അപ്പം എന്താ പറഞ്ഞത്? നമുക്ക് ഉറക്കത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, ആൻഡ് ഡ്രൗസിനെസ് കുറയുന്നു, ആൻഡ് ലോ ഡിപ്പെൻഡൻസ് റിസ്ക് ആണ് എന്നുള്ളതാണ്.
സോ ഇത് ബെൻസോഡൈസെപ്പിനും നോൺ ബെൻസോഡൈസെപ്പിൻസിനെയും കമ്പാരിസൺ ആണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ പഠിച്ചു തരുന്നത് തന്നെയാണ്, ബ്രീഫായിട്ട് കൊടുത്തു, നിങ്ങൾക്ക് എളുപ്പത്തിന് കൊടുത്തേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ ധൈര്യമായി ഈ ഒരു കോളം വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് അപ്പം തന്നെ മാർക്ക് കിട്ടും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. സോ ബേസിക്കലി ഇത് കൺസിഡറേഷൻ ആണ്, ഫാർമസിസ്റ്റിന്റെ ഇന്റർവെൻഷൻ വെച്ച് പറയുന്നതാണ്. സോ കൊടുക്കുന്ന സമയത്ത് ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മൾ പേഷ്യന്റ് പറഞ്ഞു കൊടുക്കുക, അവരുടെ മോഡിഫിക്കേഷൻസ് വരുത്തുക, മോണിറ്റർ ചെയ്യുക, ഷോർട്ട് ടേം യൂസ് മാത്രമേ ഡ്രഗ് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ്സാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, നമുക്ക് എക്സ്ട്രാ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞത്, സോ ഇവിടെ കമ്പാരിസൺ ഞാൻ പറയാം. സോ ബെൻസോഡൈസെപ്പീൻസ് ഉണ്ട്, നോൺ ബെൻസോ ഉണ്ട്, ബെൻസോയും ഉണ്ട്. സോ സെലക്റ്റീവ് ആണ്, നോൺ സെലക്റ്റീവ് ആണ്. ബെൻസോഡൈസെപ്പീൻസ് എല്ലാം സെലക്റ്റീവ് ആണ്, ഞാനത് ഓൾറെഡി പറഞ്ഞു. നോൺ ബെൻസോഡൈസെപ്പീൻസ് എല്ലാം സെലക്റ്റീവ് ആണ്, എന്നാൽ ബെൻസോഡൈസെപ്പിൻ ലെസ് സെലക്റ്റീവ് ആണ്. ലോങ് ആക്ടിങ് ആണ്, എന്നാൽ ഇവിടെ ഷോർട്ട് ആക്ടിങ് ആണ്. ഡിപ്പെൻഡൻസ് ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. സോ ഗാബ എൻഹാൻസ്മെന്റ് മറന്നു പോകരുത്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മെക്കാനിസം ഓഫ് ആക്ഷന്റെ കേസിൽ റിസപ്റ്റർ ബൈൻഡിങ് ഉണ്ട്, ന്യൂറൽ ഇൻഹിബിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം സെഡ് ഡ്രഗ്സ് എന്നാ പറയാ, അതും മറന്നു പോകരുത്. അതൊക്കെ മേ ബി കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കാൻ കേട്ടോ, വേണമെങ്കിൽ നോൺ ബെൻസോഡൈസെപ്പീൻസ് മേ ബി സെഡ് ഡ്രഗ് എന്ന് നമുക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് കാണാം, ബൈ.